ലിബറേഷൻ എന്ന പുസ്തകത്തിൽ 22 അധ്യായമുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ പല കാര്യങ്ങളും പഴയ നിയമത്തിലെ തിരുവചനങ്ങളായിട്ടും പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും ദൈവം പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള വചനങ്ങളായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു. പഴയ നിയമം പുതിയ നിയമത്തിലെ മറ്റുള്ള വചനങ്ങളും ഇല്ലെങ്കിൽ റിവലേഷൻ ചാർട്ട് നമുക്ക് മുഴുവനായിട്ട് മനസ്സിലാവില്ല. ഇപ്പോൾ നമുക്ക് ഈ റിവലേഷൻ ചാർട്ട് ആദ്യമായിട്ടൊന്ന് പഠിക്കാം. നെബൂഖദ്നേസർ മുതൽ നിത്യത വരെ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പം ഇതിൽ ആദ്യം നെബൂഖദ്നേസർ രാജാവ് സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിലെ ഒരു ബിംബത്തെ കുറിച്ചുള്ള ഇതാണ് ആദ്യമായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആ സ്വപ്നം എന്താണെന്ന് ബൈബിൾ വായിക്കുന്നതായിട്ടുള്ള എല്ലാവർക്കും അറിയാം. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിലാണ് ദാനിയേൽ ആ സ്വപ്നത്തെക്കുറിച്ച് ഉള്ള വിശദീകരണം ഒക്കെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ദിവസം ഈ നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ട് നേരം വെളുത്തിട്ടപ്പം ഇയാൾ സ്വപ്നം മറന്നുപോയി. വളരെ എന്തോ ഗൗരവമായിട്ടുള്ള കാര്യമാണ് അതിൽ കണ്ടിരിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ അയാൾക്കുണ്ടായിട്ട് അയാൾ മറന്നുപോയ കാരണം അവിടുത്തെ മന്ത്രവാദികളെയും ആഭിചാരന്മാരെയും എല്ലാം വിളിച്ചു. ഞാൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടു, അത് പറയണം. അപ്പം അവർ പറഞ്ഞു, രാജാവ് സ്വപ്നം പറ, എന്നാൽ ഞങ്ങൾ അർത്ഥം പറയാം. പറഞ്ഞു അത് സാധ്യമല്ല, സ്വപ്നം പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം അറിയാമെന്ന് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങളിപ്പോൾ സ്വപ്നം പറയണം. സ്വപ്നം പറഞ്ഞില്ല എങ്കിൽ നിങ്ങളെ കൊന്നുകളയും. അപ്പോൾ അവർക്ക് സാധിച്ചത് ദേവന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. രാജാവ് ഉടനെ ഇവരെല്ലാം കൊല്ലാൻ ആയിട്ടുള്ള കൽപ്പന പുറപ്പെടുവിക്കുക ചെയ്ത്. അപ്പോൾ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ദാനിയേലുണ്ട്. ദാനിയേൽ വലിയ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അയാളെ കൊല്ലാനാണ് പോണേ. അപ്പോൾ അത് സെർവ് ചെയ്ത ഒരു രാജഭൃത്യനോട് രാജാവിനത്തെ ദേഷ്യം വരാൻ കാരണം എന്താണെന്നുള്ളത് ദാനിയേൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ കാര്യം പറഞ്ഞു. ഇന്നതാണ് കേസ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, രാജാവിനോട് സമയം തരാൻ പറ, ഞാൻ 2-3 ദിവസം കഴിയുമ്പോഴേക്കും വിവരം പറയാം. രാജാവിനെ വിവരം അറിയിച്ചു. രാജാവ് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ദാനിയേൽ പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയിൽ ദൈവം രാജാവ് കണ്ട സ്വപ്നത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇത് അറിഞ്ഞ ഉടനെ രാജാവിനെ വിവരം അറിയിക്കുകയും രാജാവിൻ്റെ മുമ്പിൽ ദാനിയേൽ ചെന്ന് കാര്യം പറയുകയും ചെയ്തു. അപ്പോൾ രാജാവിന് മനസ്സിലായി ഇത് തന്നെയാണ് കണ്ട സ്വപ്നം. അപ്പോൾ അർത്ഥം ശരിയാണെന്നുള്ളതും രാജാവിന് പിടികിട്ടി. ഇന്ന തന്നെയാണ് കാര്യങ്ങൾ. ഈ ബിംബം ആണ് കണ്ടിരിക്കുന്നത്. ഈ ബിംബത്തിന് തല തങ്കം, പിന്നെ നെഞ്ചും കൈയും വെള്ളി, അരയും തുടകളും പിച്ചള, കാൽത്തണ്ട ഇരുമ്പ്, കാലിൻ്റെ പാദവും കാലിൻ്റെ വിരലും ഇരുമ്പും കളിമണ്ണും കൂടി ചേർന്ന ഒരു സംഗതി. അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. അതിന് ഓരോ വിഭാഗങ്ങളുടെ അർത്ഥവും ദാനിയേൽ രാജാവിന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇതിൽ ഈ തല തങ്കുന്നത് ബാബിലോൺ സാമ്രാട്ടായിട്ടുള്ള രാജാവിൻ്റെ രാജ്യം തന്നെയാണ്. ആ രാജ്യത്തെക്കുറിച്ചാണ് ആ കാണിച്ചിരിക്കുന്നത്. പിന്നെ അതിനേക്കാൾ താഴ്ന്ന ഒരു രാജ്യം വരും, അത് മേദ്യ പേർഷ്യക്കാരുടെ രാജ്യമാണ്. അത് വെള്ളി. അത് കഴിഞ്ഞാൽ ഗ്രീസ് പിച്ചള കാണുന്നത്. അത് കഴിഞ്ഞാൽ ഈ റോമ ഇരുമ്പ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള വേറൊരു രാജ്യം. അത് കഴിഞ്ഞാൽ പിന്നെയാണ് വരുന്നത് ഈ ഇരുമ്പും കളിമണ്ണുള്ളത്. നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഒരു സ്ഥിരതയൊന്നും ഇല്ലാത്തതും സ്ഥിരത ഉള്ളതും ഉണ്ട്. ഇപ്പോൾ ചൈനയിലൊക്കെ ഭയങ്കര സ്ട്രോങ് അല്ലേ, അതുപോലെ റഷ്യയിലൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഭരണമാണ്. അതന്നെ ഈ കാണിക്കുന്നത്. അവസാനം ഒരു കല്ല് പറഞ്ഞു വന്ന് ഇതിനെ അടിച്ചു തകർക്കുന്നതായിട്ട് സ്വപ്നം കൂടി കാണിച്ചതായിട്ട് പറഞ്ഞു. ആ കല്ല് പിന്നെ വലിയൊരു പർവ്വതമായിട്ട് തീർന്നു. ഇതാണ് സ്വപ്നം. അപ്പോൾ ആ കല്ല് എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ രാജ്യസ്ഥാപനമാണ്. അത് രാജ്യസ്ഥാപനം എന്ന് പറയുന്നത് ഈ 1000-ാം ആണ്ട് വാഴ്ചക്കാലം മുതൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് യേശുക്രിസ്തു രാജ്യമാണ്. ഇത് ഇവിടെ നിൽക്കുന്നില്ല. ഇത് ഉടനെ തന്നെ പുതിയ ആകാശവും പുതിയ ഭൂമിയായിട്ട് ഇത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ഇവിടെ ഉള്ള വിശുദ്ധന്മാരെയും പിന്നെ അന്ത്യവിധി കഴിഞ്ഞിട്ട് വരുന്നതായിട്ടുള്ള വിശുദ്ധന്മാരെയും എല്ലാവരും കൂടി ഇവിടെയാണ്, പിന്നെ പുതിയ യെരുശലേമിലാണ്. അതാണ് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്ന് ദാനിയേൽ രാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ ദാനിയേലും ചില സ്വപ്നങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. 8-ാം അധ്യായത്തിൽ ദാനിയേൽ വേറെ 2 മൃഗങ്ങളെയും കൂടി കാണിച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യത്തേത് ഒരു റാം. അത് കഴിഞ്ഞ് ഈ അലക്സാണ്ടറിൻ്റെ ഇത് വരുന്നത് ഒറ്റക്കൊമ്പോൾ ആടായിട്ടാണ് പറഞ്ഞത്. ഈ ആട് ഇതിനെ ഇടിച്ചു താമസമായിട്ടൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. മേദ്യ പേർഷ്യ രാജ്യത്തെ തകർത്തത്
ഈ അലക്സാണ്ടർ ചക്രവർത്തിയാണ്. അത് കഴിഞ്ഞിട്ടാണ് റോമ സാമ്രാജ്യം വന്നിരിക്കുന്നത്. റോമ സാമ്രാജ്യം വന്നു കഴിഞ്ഞ് AD 476 തീർന്നു. ഇനി ഇതിൻ്റെ എല്ലാം കാലഘട്ടങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. BC 606 മുതൽ 536 വരെ ബാബിലോൺ, 536 മുതൽ 314 മേദ്യ പേർഷ്യ, അത് കഴിഞ്ഞ് ഗ്രീസ് എന്ന് പറയുന്നത് 168 വരെ, അത് കഴിഞ്ഞ് ഈ അയൺ എന്ന് പറയുന്നത് AD 476 വരെ. അത് കഴിഞ്ഞിട്ട് ഇനി യേശുക്രിസ്തു രാജ്യം സ്ഥാപിക്കാൻ പോകുന്ന സമയം വരെ, അത് അന്തിക്രിസ്തുവിൻ്റെ കാലത്തിൻ്റെ അവസാനം വരെയുള്ള കാലഘട്ടമാണിത്. അത് എപ്പോഴാണെന്നുള്ളത് ദൈവം ഒരിക്കലും ആർക്കും വെളിപ്പെടുത്തി കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴാണെന്ന് നമുക്കറിയില്ല. പെന്തക്കോസ്തുകാർ ആണല്ലോ ബൈബിൾ കൂടുതൽ വായിക്കുന്നതായിട്ട് പറയുന്നത്. അവർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിപ്പാടൊന്നും നമുക്ക് വായിക്കേണ്ട കാര്യമില്ല, നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ വായിച്ചാൽ മതി, അതൊന്നും നമുക്ക് ഉള്ളതല്ല. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിക്കുക എന്നുള്ളത്. ആ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ചില കാര്യങ്ങളുടെ ഒരു എക്സ്പാൻഡഡ് ആയിട്ടുള്ള വ്യൂ ആണ് കാണിക്കുന്നത്. ഉദാഹരണമായിട്ട് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ ഒരുപാട് കഷ്ടങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ വരവ് എപ്പോഴാണ് വരിക എന്നുള്ളതൊക്കെ അതിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സ്പാൻഡഡ് വ്യൂ ആണ് വെളിപ്പാടിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ പറയുന്ന ലോകമെങ്ങും സുവിശേഷം പ്രസംഗിക്കപ്പെടും, അപ്പോൾ അന്ത്യം വരും. അന്ത്യം എന്ന് പറയുന്നത് ലോകങ്ങൾ അവസാനിക്കുകയല്ല, യുഗാന്ത്യമാണ് പറയുന്നത്. അന്ത്യവിധി കഴിഞ്ഞതിന് ശേഷമാണ് ഭൂമിയുടെ അവസാനം വരുന്നത്. മത്തായിയുടെ സുവിശേഷം വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല ഏത് പൊസിഷനിലാണ് നമ്മളായിരിക്കുന്നത് എന്നുള്ളത്. അറിയണമെങ്കിൽ വെളിപ്പാട് പുസ്തകം തന്നെ വായിക്കണം. വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതെടുക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം വായിക്കും. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവൻ അവനെന്താ അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതായത് ബൈബിളിൽ ആകെ ഒരു വചനം വായിച്ചു കഴിഞ്ഞാൽ ഭാഗ്യമുള്ളവരെന്ന് പറഞ്ഞിരിക്കുന്ന ഏക വചനം ഇത് മാത്രമേ ഉള്ളൂ. അത് വെളിപ്പാട് പുസ്തകം അത്യാവശ്യമായിട്ട് വായിച്ചിരിക്കേണ്ടതാണെന്ന് അർത്ഥം. ആ വചനം കൂട്ടിക്കളിയാണ് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാർ ചെയ്യുന്നത്. അവർക്ക് വായിക്കേണ്ട, അവർ വേറെ വല്ലവരും പഠിച്ചത് ഞങ്ങൾക്കത് നോക്കിയാൽ മതി, അത് ആണ് അവരുടെ പ്രമാണം. ജോൺ ഡാർബി എന്നുള്ളൊരു മനുഷ്യൻ ഒരു ഇംഗ്ലീഷുകാരനാണ്. അയാളൊരു ക്രിസ്ത്യാനി ആയിരുന്നു എന്ന് പറയുന്നു. അന്ന് ദൈവവചനം യഥാർത്ഥത്തിൽ പ്രമാണിക്കുന്ന ആളെന്നൊന്നും അല്ല എന്നുള്ളത് അയാൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അയാൾ പറയുന്നത് വെച്ചാൽ യേശു ക്രിസ്തു രഹസ്യമായിട്ട് വന്ന് ഈ സഭേനെ അങ്ങ് എടുത്തുകൊണ്ട് പോകും, അത് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് ഭയങ്കര കഷ്ടമാണ് എന്നാണ് അയാൾ പഠിപ്പിച്ചത്. എന്നിട്ട് അത് ഈ പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട തന്നെ വലിയ ദൈവത്തിൻ്റെ ദാസന്മാർ ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്തു. നമുക്കൊരിക്കലും മറ്റുള്ളവരെ വാക്കെടുക്കാൻ പറ്റില്ല. നമുക്ക് ഒറ്റ കാര്യം എടുക്കണം, ദൈവത്തിൻ്റെ വചനം. ആ വചനമാണ് നമുക്ക് പ്രധാനം. അപ്പോസ്തല പ്രവൃത്തികളിൽ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, 17-ാം അധ്യായത്തിൽ 11-ാം വാക്യം എഴുതിയിരിക്കുന്നത് നോക്ക്. അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു, അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെ ഇന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. അത് ആരെ പറ്റിയാ പറയുന്നറിയാം? ബെരോവയിലുള്ള വിശ്വാസികളാണ്. അതിൻ്റെ അർത്ഥം എന്തെന്നാ, വചനം ഇത്ര വലിയ ആൾക്കാർ പറഞ്ഞാലും അത് നമ്മളങ്ങനെ വെറുതെ കേൾക്കല്ല, തിരുവെഴുത്ത് വെച്ചിട്ട് അത് ശരിയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നവരാണ് ഉത്തമന്മാരായിട്ടുള്ള ദൈവത്തിൻ്റെ മക്കളായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പൗലോസ് പറയണത് ശരിയാണെന്നുള്ളത് ദൈവത്തിൻ്റെ വചനം വെച്ച് അവർ ചെക്ക് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞാൽ അതുപോലെ തന്നെ അങ്ങോട്ട് ഏറ്റെടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ഞാനീ പറയുന്നത് അങ്ങനെ തന്നെ എടുക്കരുത്. വചനം മാത്രമേ മാറ്റമില്ലാത്തുള്ളൂ, ബാക്കിയൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇത് ദൈവവചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രയോജനം കൊടുത്തുകൊണ്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത്. അതിൽ ഭാഷയിൽ വന്നിട്ടുള്ള ചില വ്യത്യാസങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനടിസ്ഥാനപരമായ വചനമായിട്ട് വൈരുദ്ധ്യങ്ങൾ ഒരു സ്ഥലത്തുമില്ല. അത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ വരുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ പറയാം, ഈ മുസ്ലിംസ് അതുപോലെ തന്നെ നിരീശ്വരവാദികൾ അവരൊക്കെ ബൈബിൾ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ തന്നെ പ്രീ ട്രിബുലേഷൻ, പോസ്റ്റ് ട്രിബുലേഷൻ, മിഡ് ട്രിബുലേഷൻ, പല തിയറി ഉണ്ട്. എല്ലാത്തിനും വചനമുണ്ട് എന്നാണ് അവർ പറയുന്നത്, ഇവർ പറയുന്നത് പോലെ തന്നെ. അങ്ങനെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബൈബിള് കോൺട്രഡിക്ടറി എന്നല്ലേ? ബൈബിള് കോൺട്രഡിക്ടറി ആണെന്നാണ് മുസ്ലിംസ് പറയുന്നത്, അതുപോലെ തന്നെ ഈ നിരീശ്വരവാദികളും പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് ശരിയാണ്, ബൈബിള് തെറ്റാണ്, അത് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്നല്ലേ നിരീശ്വരവാദി ആവുക അല്ലെങ്കിൽ മുസ്ലിം ആവുക, അവരെ ഇതിൽ തെറ്റുണ്ടോ എന്നുള്ളവർ അന്വേഷിക്കുന്നില്ല.
അവർ പറയുന്നതേ തെറ്റാണ്. ദൈവവചനം നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇവർ ഈ പറയുന്ന എല്ലാവിധ തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങൾക്കും കറക്റ്റ് ഉത്തരം ബൈബിളിലുണ്ട്. ഞാനിപ്പോൾ ഇനി വരുന്ന ഇതുകളിൽ നിന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവർ പറയുന്നതെല്ലാം തെറ്റാണ്. അവർ പറയുന്നത് അവർക്ക് ആത്മജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം നമുക്കെടുക്കാം. ലൂക്ക് 24:45 എന്താ കഴിക്കണേ? തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ട അവരുടെ ബുദ്ധി തുറന്നു. ബുദ്ധി ദൈവം തുറന്നാൽ മാത്രമേ വചനം മനുഷ്യർക്ക് മനസ്സിലാവുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. വെളിപ്പാട് പുസ്തകം പഠിച്ച് ഇരിക്കേണ്ടതിൻ്റെ അത്യാവശ്യം പറഞ്ഞത്. ഇതിലൊരു എണ്ണം മാത്രം ഇവിടെ പറയാൻ പറ്റുമോ? ഇപ്പം അവസാനം ഈ റോമ സാമ്രാജ്യം ആണല്ലോ ഈ കാണിക്കുന്നത്. ഇത് റോമ സാമ്രാജ്യം തുടങ്ങി BC 168 മുതൽ ഈ അന്ത്യക്രിസ്തുവിൻ്റെ അവസാന കാലം വരെ ഒരൊറ്റ മൃഗത്തെ കാണിച്ചിട്ടുണ്ട്. 10 കൊമ്പുള്ള ഒരു മൃഗത്തെ ദാനിയേൽ ദർശനത്തിൽ കാണുന്നുണ്ട്. ദാനിയേൽ 7-ാം അധ്യായം 7-ാം വാക്യമാണ് പറഞ്ഞത്. ആ മൃഗം 10 കൊമ്പുള്ളതായിട്ട് പറയുന്നുണ്ട്. ഈ അന്ത്യക്രിസ്തുവിൻ്റെ ശരീരം ഒരു പുള്ളിപ്പുലിയുടെയാണ്. അത് ആ പുള്ളിപ്പുലിയുടെ ശരീരം എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന പുള്ളിപ്പുലി അത് തന്നെ. അതുപോലെ തന്നെ മുഖം സിംഹത്തിൻ്റെ മുഖം, 7 തലയുള്ള സിംഹമാണ്. ഈ സിംഹത്തിൻ്റെയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ കരടിയുടെ കാലം എന്ന് പറയുന്നത് അത് ഈ കരടിയാണ്. കണ്ട് ഇതിൽ കമ്പാരിസൺ ഉണ്ട് നിങ്ങളില്ലേ. അത് കഴിഞ്ഞിട്ട് ഇതിന് 7 തലയുണ്ടെന്ന് പറഞ്ഞ് 10 കൊമ്പുണ്ട്. ഈ 10 കൊമ്പും അത് തന്നെ ഈ കാലിൻ്റെ 10 വിരലും ഇത് തന്നെയാണ്. ഈ 10 കൊമ്പിനെ ഇതിപ്പോൾ 3 സ്ഥലത്ത് ഇത് സെയിം തിങ് പറയുന്നുണ്ട്. ദാനിയേൽ 7:24 എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ രാജ്യത്ത് നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാണ്. അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും. അവൻ മുമ്പിലത്തിനോട് വ്യത്യാസമുള്ളവനായി 3 രാജാക്കന്മാരെ വീഴ്ച കളയും എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അതായത് അന്ത്യക്രിസ്തു വരുന്ന സമയത്ത് ഇവരവിടെ ഉണ്ട്. അവരിൽ 3 പേരെ വീഴ്ച കളയെന്ന് വെച്ചാൽ അന്ത്യക്രിസ്തു അവരെ ഗതിയിലാക്കി തീർക്കുമെന്നാണ് അതിൻ്റെ പറഞ്ഞതിൻ്റെ അർത്ഥം. ബാക്കി 7 പേര് അവിടെ ഉണ്ട്. ഈ 3 പേരും അന്ത്യക്രിസ്തുവിൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ അത് അന്ത്യക്രിസ്തുവിന് തൊട്ട് മുമ്പ് അവരവിടെ ഉണ്ട്. അത് ഇപ്പോഴുള്ള ഈ ഭൂമിയിലുള്ള അനവധി പ്രസിഡന്റുമാരില്ലേ, അതിൽ പ്രബലന്മാരായിട്ടുള്ള 10 പേര് ആകാനാണ് സാധ്യത. ഏതാണെന്നുള്ളതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അത് അവസാനം വെളിപ്പെട്ട് വരും. 10 പേരും ഈ അന്ത്യക്രിസ്തുവിന് അധീനനായി തീരും. ഈ 10 കൊമ്പുകളും എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാർ അവരുടെ ശേഷം, അതായത് അവർ വെളിപ്പെട്ടതിന് ശേഷമേ അന്ത്യക്രിസ്തു വെളിപ്പെടുകയുള്ളൂ എന്നർത്ഥം. അവരുടെ ആ സംഘടന 10 രാജ്യങ്ങളുടെ ആ ഒരു അതോറിറ്റി പ്രാബല്യത്തിൽ വന്നതിന് ശേഷമാണ് ഈ അന്ത്യക്രിസ്തു വരുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് തന്നെ ഈ വെളിപ്പാട് 17-ലും ഇത് സെയിം തിങ് ഇവിടെയും പറയുന്നുണ്ട്. നീ കണ്ട 10 കൊമ്പുകളോ 10 രാജാക്കന്മാർ, അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. അപ്പോൾ യോഹന്നാൻ 1900 വർഷം മുമ്പ് എഴുതിക്കുന്ന കാര്യമാണ്. അന്ന് അവിടെ രാജ്യത്വം ഇല്ല, അവർ വന്നിട്ടില്ലെന്നർത്ഥം. മൃഗത്തോടൊന്നിച്ച് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ ഒരു നാഴിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഷോർട്ട് പീരീഡിൽ അവരവിടെ ഉണ്ട്. പക്ഷേ അവരൊരു ഷോർട്ട് പീരീഡിൽ അവിടെ അന്ത്യക്രിസ്തുവിനെ എല്ലാ അധികാരങ്ങളും ഏൽപ്പിച്ചു കൊടുക്കുന്നവരാണ്. അതായത് ഇവർ ഒരേ അഭിപ്രായമുള്ളവർ തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിനെ അതിൽ 7 തലയിൽ കാണിച്ചിട്ടുണ്ടല്ലോ. ഈ 7 തല എന്ന് പറയുന്നത് എല്ലാം സിംഹങ്ങളാണ്. സിംഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു ദയയില്ലാത്ത അത്ര ഭീകരമായിട്ടുള്ളൊരു മൃഗമാണ്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ രാജാക്കന്മാരിൽ ഇതുവരെ ഉണ്ടായ എല്ലാ രാജാക്കന്മാരിലും ഏറ്റവും ഭീകരന്മാരായിട്ടുള്ള രാജാക്കാരുടെ അവതാരമാണ് ഈ അന്ത്യക്രിസ്തു എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. നെബൂഖദ്നേസർ രാജാവിനെ വെച്ചാൽ അയാൾ വലിയ രാജാവായിരുന്നു. എങ്കിലും അയാളുടെ സ്വഭാവം നോക്ക്. അയാളൊരു സ്വപ്നം കണ്ടു, അത് പറഞ്ഞില്ല നിങ്ങളെയൊക്കെ തലവെട്ടിക്കളയും. എത്ര ദുഷ്ടതയാണ്. അയാളെപ്പോലെയുള്ള മനുഷ്യരല്ലേ വരും. ഇപ്പോൾ ഹിറ്റ്ലർ അതുപോലെ തന്നെ മനുഷ്യനായിരുന്നു. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിലും ഭീകരന്മാരായിട്ടുള്ള മനുഷ്യർ, രാജാക്കന്മാരായിട്ടുള്ളവർ പണ്ട് കാലത്തുണ്ടായിരുന്നു. ഇപ്പോഴും അതുപോലെയുള്ളവരുണ്ട്. പക്ഷെ അവർക്കത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളൂ. മനസ്സൊക്കെ അത് തന്നെ. ഇവരെല്ലാം ഭരിക്കുന്നത് ഒരു മാനുഷികമായ ശക്തിയല്ല, അവരെ ഭരിക്കുന്നത് പൈശാചിക ശക്തികളാണ്. അതെല്ലാം ഭൂമിക്കുള്ളിലുണ്ട്, ഭൂമിക്ക് പുറത്തുണ്ട്, ആകാശത്തിലുമുണ്ട്. 3 സ്ഥലത്താണ് ഈ പിശാചിൻ്റെ ശക്തികൾ കിടക്കുന്നത്. പാതാളത്തിലെ ശക്തികൾ ഇറങ്ങി വരുന്നത്. അത്രയ്ക്കും ചീത്ത ആത്മാക്കളാണ് പാതാളത്തിൽ കിടക്കുന്നത്. ആ പാതാളത്തെക്കുറിച്ച് ഞാനിവിടെ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ? അതായത് ഈ ലോസ്റ്റ് സോൾസും ഇനി ആശുപത്രിക്ക് പോകുന്നതായിട്ടുള്ള ആത്മാ ഭൂമിയുടെ ഉള്ളിലാണ് പോകുന്നത്. ഭൂമിയുടെ ഉള്ളിലാണെന്ന് പറയാൻ കാരണം അബ്രഹാമിൻ്റെ മടി എന്ന് പറയുന്നത് ഭൂമിക്കുള്ളിലാണെന്നുള്ളത് യേശുക്രിസ്തു പറഞ്ഞു. അബ്രഹാമിൻ്റെ മടിയിൽ കിടക്കുന്നതായിട്ടുള്ള ദരിദ്രനായിരുന്ന ലാസറിനെ
ധനവാൻ കാണുകയും ചില റിക്വസ്റ്റുകൾ നടത്തുന്നതായിട്ട് നമ്മൾ ബൈബിൾ വായിച്ചിട്ടില്ലേ. അതുകൊണ്ട് ധനവാനെ പോലെയുള്ള ഈ കാലത്തുള്ള എല്ലാ ധനവാന്മാരും ഇവിടെ തന്നെ വരും. ധനവാനായിട്ടുള്ളവർക്ക് സ്വർഗരാജ്യം ഇല്ല എന്ന് തന്നെയാണ്, പ്രാക്ടിക്കലി ഇല്ല എന്നുള്ള രീതിയിലാണ് ദൈവം. അത് ഫസ്റ്റ് പ്രിയോറിറ്റി ദൈവത്തിന് കൊടുക്കാത്തവരെ ഒക്കെ ഇവിടെയാണ് ഇടുന്നത്. പണം ഉണ്ടാകുന്നത് തെറ്റല്ല, പക്ഷെ ആ പണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. പക്ഷേ സാധാരണ ഇതിൽ എന്ത് സംഭവിക്കുന്നത്, പണം ഉണ്ടാകുമ്പോൾ പദവിയും വരുമ്പോൾ ആൾക്കാർ മറ്റുള്ളവരെ കാണില്ല, എൻ്റെ മിടുക്കുകൊണ്ട് എൻ്റെ കഴിവുകൊണ്ട് ഞാൻ എങ്ങനെയായി, ആ രീതിയിൽ വരുമ്പോഴാണ് ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകുന്നത്. അതുവരെ വളരെ പാവപ്പെട്ടവരും മര്യാദക്കാരായിട്ടിരുന്ന ആൾക്കാർ മുഴുവൻ എന്തുണ്ടാവും, അവർ നരകത്തിന് യോഗ്യരായിട്ട് മാറും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് പണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. അത് വിഗ്രഹമായിട്ട് വരാൻ പാടില്ല, എന്നാലേ നമ്മൾ ആത്മാവ് രക്ഷപ്പെടുകയുള്ളൂ. പിന്നെ വരുന്നത് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. ഇപ്പോഴത്തേത് ഞാൻ നിർത്തുകയാണ്.